ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രീൻസ് ഫംഗ്ഷൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് ഈക്വൽ ടു 0 വിത്ത് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം. Then the boundary condition y of 0 equal to y of l is equal to 0 and closed interval 0 l greater than 0. Find the Green's function. Then സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ p0 of x ഈക്വൽ ടു 1 ആണ്. ദെൻ ദ ഓർഡർ ഓഫ് ദിസ് ഇക്വേഷൻ ഈസ് 2. ദെൻ ഗ്രീൻസ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് 5 സ്റ്റെപ്സ് ആണുള്ളത്. അതായത് ഫസ്റ്റ് ഗ്രീൻസ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. അതായത് ട്രിവിയൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് ഗ്രീൻസ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. പിന്നെ ഗ്രീൻസ് ഫംഗ്ഷൻ്റെ 4 പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. ദെൻ ഓർഡർ 2 കിട്ടി. ദെൻ ഇൻറ്റഗ്രേറ്റിംഗ് ദ ട്വൈസ് ദാറ്റ്സ് ഈക്വൽ ടു y of x ഈക്വൽ ടു c1x പ്ലസ് c2. ദെൻ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. y of 0 ഈക്വൽ ടു 0. ദെൻ വി ഗെറ്റ് c2 ഈക്വൽ ടു 0. Then second boundary condition y of l equal to 0. Then we get c1 equal to 0. Then y of x equal to c1x plus c2. അപ്പോൾ c1ന് c2ന് വാല്യൂ കൊടുക്കുക. Then y of x equal to 0. അപ്പോൾ അത് ട്രിവിയൽ സൊല്യൂഷൻ ആണ്. അപ്പോൾ ഗ്രീൻസ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. Then പ്രോപ്പർട്ടി 1 യൂസ് ചെയ്തിട്ട് g of xt is equal to c1x plus c2 0 less than or equal to x less than or equal to t. Then c3x plus c4 t less than or equal to x less than or equal to l. അത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ദെൻ പ്രോപ്പർട്ടി 2 യൂസ് ചെയ്യാം. that is g of xt in a continuous function for 0 less than or equal to x less than or equal to l and 0 less than or equal to t less than or equal to l. Then g of xt is continuous at x equal to t. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു ടി ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു ടി. ദെൻ വി ഗെറ്റ് c1 t പ്ലസ് c2 is equal to c3 t plus c4 and we can write c1 minus c3 of t plus c2 minus c4 is equal to 0. അതിന് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക. ദെൻ തേർഡ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഡോ ജി ബൈ ഡോ എക്സ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു ടി പ്ലസ് മൈനസ് ഡോ ജി ബൈ ഡോ എക്സ് x equal to t minus that's equal to minus 1 t of t. Then we get c3 minus c1 is equal to minus 1. അതിന് ഇക്വേഷൻ നമ്പർ 3 ന് കൊടുക്കുക. Then property 4 യൂസ് ചെയ്യുക. g of xt satisfies boundary conditions. That is g of 0t is equal to g of lt is equal to 0. Then c2 plus c1 of 0 equal to 0. Then c2 is equal to 0. That is equation number 4. Then c3l plus c4 is equal to 0. അതിന് equation number 5 എന്ന് കൊടുക്കാം. Then equation 3ൽ 2 അപ്ലൈ ചെയ്യുക. Then put 3 into that is 1 into t plus c2 minus c4 equal to 0. Then we get c2 minus c4 is equal to minus t. അതിന് equation number 6 എന്ന് കൊടുക്കുക. Then 3, 4, 5, 6 സോൾവ് ചെയ്യുക. ഇത് തേർഡ് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷനും ഫിഫ്ത്ത് ഇക്വേഷനും സിക്സ്ത് ഇക്വേഷനും സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് c4 is equal to t, c3 is equal to minus t by l, then c1 is equal to 1 minus t by l എന്ന് കിട്ടും. എന്നിട്ട് അത് c1, c2, c3, c4 നമുക്ക് കിട്ടി. ആ വാല്യൂസ് ഇക്വേഷൻ 1ൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ g of xt is equal to 1 minus t by l x 0 less than or equal to x less than or equal to t and 1 minus x by l of t less than x less than l എന്ന് കിട്ടി. This is the Green's function. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഗ്രീൻസ് ഫംഗ്ഷൻ കിട്ടി. Then if t equal to l by t ആണെങ്കിൽ ഗ്രീൻസ് ഫംഗ്ഷൻ എങ്ങനെ മാറും? g of x l by 2 equal to x by 2 0 less than or equal to x less than or equal to l by 2. Then 1 minus x by l by 2 less than x less than l എന്ന് നമുക്ക് കിട്ടിയിരുന്നു.
ദെൻ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Find the green function of differential equation y double dash plus k square y is equal to 0 with boundary condition y of 0 is equal to y of 1 equal to 0, k not equal to n pi closed interval 0 1. Then മുൻപ് ചെയ്ത പോലെ തന്നെ ആദ്യം ട്രിവിയൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക, എന്നിട്ട് ഗ്രീൻസ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക, ദെൻ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക, 4 പ്രോപ്പർട്ടി യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് നമുക്ക് തന്ന ഇക്വേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് കെ സ്ക്വയർ y is equal to 0, then p0x equal to 1 ആണ്. ഓർഡർ ഓഫ് ദിസ് ഇക്വേഷൻ n is equal to 2 ആണ്. ആൻഡ് ദ ഓക്സിലറി ഇക്വേഷൻ t square plus k square into y is equal to 0, then m square plus k square is equal to 0, that m is equal to plus or minus ki. Then y of x equal to c1 cos kx plus c2 sin kx. Then boundary conditions apply ചെയ്യാം. y of 0 equal to 0. Then solving we get c1 is equal to 0. Then y1 is equal to 0. And applying c2 is equal to 0 എന്ന് കിട്ടും. Then y of x equal to 0. c1 is equal to c2 is equal to 0. അതായത് ട്രിവിയൽ സൊല്യൂഷൻ ആണ്. Then the trivial solution ആയതുകൊണ്ട് തന്നെ ഗ്രീൻ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. Then using property 1 we get g of xt is equal to c1 cos kx plus c2 sin kx 0 less than or equal to x less than or equal to t. Then c3 cos kx plus c4 sin kx and t less than or equal to x less than or equal to 1. അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. Then property 2 use here, that is g of xt is continuous function of x 0 less than or equal to x less than or equal to 1 and for any 0 less than or equal to t less than or equal to 1. Then g of xt is continuous at x equal to t, that is left hand limit at x equal to t is equal to right hand limit at x equal to t. Then we can write c1 cos kt plus c2 sin kt that's equal to c3 cos kt plus c4 sin kt. Then we can write c1 minus c3 cos kt plus c2 minus c4 sin kt is equal to 0. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. Then property 3 യൂസ് ചെയ്യുക, dou g by dou x equal to t plus minus dou g by dou x equal to t minus and that's equal to minus 1 by p0x. Then c1 minus c3 sin kt minus c2 minus c4 cos kt is equal to minus 1 by k. അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. Then property 4 യൂസ് ചെയ്തിട്ട് g of xt satisfies boundary conditions g of 0t is equal to 0, g of 1 t. Then g of xt is equal to c1 cos kx plus c2 sin kx 0 less than or equal to x less than or equal to t. Then c3 cos kx plus c4 sin kx t less than or equal to x less than or equal to 1. Then c1 cos അത് സോൾവ് ചെയ്യുന്ന സമയത്ത് c1 is equal to 0 എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കുക. Then c3 cos k plus c4 sin k is equal to 0. അതിന് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കുക. Solving 2 and 3 by multiplying 2 by cos kt and 3 by sin kt. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് we get c1 minus c3 sin square kt plus cos square kt എന്ന് കിട്ടും. That's equal to minus sin kt by k. That is c1 minus c3 is equal to minus sin kt by k. Then c1 is equal to 0 and c3 is equal to sin kt by k. Using the equation 5, we get c3 cos k plus c4 sin k is equal to 0. Then c3ൻ്റെ വാല്യൂ അതേപോലെ c4ൻ്റെ വാല്യൂ c3ൻ്റെ വാല്യൂ ഇതിൽ അപ്ലൈ ചെയ്യുക. അതായത് sin kt by k into cos k plus c4 sin k. Then we can write c4 is equal to minus sin kt cos k by k sin k എന്ന് എഴുതാം. Similarly, from equation 1, we get c2. c2ൻ്റെ വാല്യൂ കിട്ടി. That is c2 is equal to sin k minus kt by k sin k. അപ്പോൾ നമുക്ക് c1ൻ്റെ c2ൻ്റെ c3ൻ്റെ c4ൻ്റെ വാല്യൂ കിട്ടി.
അത് ഇക്വേഷൻ 1-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ജി ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു സൈൻ കെ മൈനസ് കെ ടി ബൈ കെ സൈൻ കെ into sin kx in sin kx 0 less than or equal to x less than or equal to t, and sin kt cos kx by k minus sin kt cos k by k sin k into sin kx, that is t less than or equal to x less than or equal to 1. This is the Green's function. Then നമുക്ക് third question നോക്കാം. Find Green's function for the equation d square y by dx square plus 1 by 4y is equal to f of x with boundary conditions y of 0 is equal to y of pi equal to 0. Same procedure തന്നെ ചെയ്യാം. That is differential equation d square y by dx square plus 1 by 4y is equal to f of x. Then d square y by dx square plus 1 by 2 square y is equal to f of x. Then we can get k is equal to half. Then the solution y is equal to a1 sin x by 2 plus b1 cos x by 2. Then boundary conditions apply. Y of 0 is equal to 0 equal to b1 equal to 0, y1 of x equal to a1 sin x by 2, u1 of t equal to a1 sin t by 2, and u1 dash of t is equal to a1 by 2 into 0 t by 2. Then y of pi is equal to a1 sin pi by 2 plus b1 cos pi by 2 equal to 0. Then we get a1 equal to 0, y2 is equal to b1 cos x by 2, and u2 of t is equal to b1 cos t by 2, and u2 dash of t is equal to minus b1 by 2 sin t by 2. Then w is equal to a sin t by 2 into minus b1 by 2 sin t by 2 minus b1 cos t by 2 into a1 by 2 cos t by 2. That is equal to minus a1 b1 by 2 into sin square t by 2 plus cos square t by 2. That's equal to minus a1 b1 by 2. Then w is equal to a by p of t, that's equal to minus a1 b1 by 2. Then p of t is equal to 1, and a is equal to minus a1 by b1 a1 b1 by 2. Then the Green's function apply. G1 of x is equal to minus b1 cos t by 2 into a1 sin x by 2 by minus a1 b1 by 2, that's equal to 2 sin x by 2 cos t by 2. Then g2 of x equal to minus a1 sin t by 2 into b1 cos x by 2, that by minus a1 b1 by 2, that's equal to 2 sin t by 2 cos x by 2. എന്താണ് Green's function. Thank you.